സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക ശരത്തിനോട് പറയണേ, ആ ശരത്തെ ഒരു 2 മിനിറ്റ് ഞാൻ ഇപ്പം തന്നെ വരാം. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക കോൾ കട്ടാക്കിയിട്ട് ആ സ്വർണത്തിൻ്റെ പൊതിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം ഗേറ്റിൻ്റെ അവിടെ ശരത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പ്രിയങ്ക ആ സ്വർണം ശരത്തിന് കൈമാറുക. ഇതാ ശരത്തെ, കൺമംഗലത്ത് ഞാനെടുത്ത മുഴുവൻ സ്വർണ്ണമുണ്ട്. അന്നേരം ശരത്ത് വയ്ക്കണേ, അല്ല ഇതെന്താ ഇങ്ങനെ തുണിയിലൊക്കെ പൊതിഞ്ഞ്? എൻ്റെ ശരത്തെ, കൺമംഗലത്തെക്കാളും കഷ്ടം ഇവിടുത്തെ കാര്യം. ഇവിടെ ഉള്ളവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചത് എടുത്തോണ്ട് വരണ്ടേ? ഇതാ വേഗം പിടിക്ക്, ആരും കാണണ്ട. ഈ സമയം ശരത്ത് പറയണേ, ആ പിന്നെ പ്രിയങ്കേ, നിൻ്റെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയും കൂടി വേണം. അതെന്തിനാ? നമ്മുടെ പേരിൽ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമല്ലോ, അപ്പോൾ അതിന് പ്രൂഫായിട്ട് വെക്കാനാ. ഒപ്പം വേണം, അത് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ആ പിന്നെ പ്രൊഡക്ഷൻ കമ്പനിക്കിടാൻ നീ വല്ല പേരും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ? അതുണ്ടെങ്കിൽ അതും ഇന്ന് കൊടുക്കണം. ന്യൂമറോളജി മറ്റുമൊക്കെ നോക്കാനുണ്ട്. അന്നേരം പ്രിയങ്ക പറയണേ, ഞാനങ്ങനെ പേരൊന്നും ആലോചിച്ചിട്ടില്ല. ഈ സമയം ശരത്ത് പറയണേ, എന്നാൽ എൻ്റെ മനസ്സിൽ ഞാനൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? P&Q എൻ്റർടൈൻമെൻറ്റ്സ്. P&Qയോ? അതെ, പ്രിയങ്ക ദ ക്യൂൻ. അത് കേൾക്കുമ്പോൾ പ്രിയങ്കയ്ക്ക് ഒത്തിരി സന്തോഷമാണ്. കൊള്ളാലോ. അല്ല, നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇതിപ്പോൾ എൻ്റെ മാത്രം പേരിൽ അത് വേണ്ടായിരുന്നു. അന്നേരം ശരത്ത് പറയണേ, സാരമില്ലെന്നേ, നീ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോകണം, അത് ഞാൻ താഴെ നിന്ന് നോക്കിക്കണ്ടോളാം. പ്രിയങ്ക ദി ക്യൂൻ അത് നാളെ ലോകമെമ്പാടും അറിയപ്പെടാൻ പോകുവാണ്. ഒരൊറ്റ സിനിമ ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ നീ വേറെ ലെവലാ. എന്നാൽ ശരി പ്രിയങ്കെ, ഞാൻ പോട്ടെ. ആ എന്നാൽ ശരി, ആധാർ കാർഡൊക്കെ ഞാൻ നിനക്ക് അയച്ചു തരാം. ഓക്കെ ശരി. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷനും മറ്റുമൊക്കെ കഴിഞ്ഞ് ഫോമൊക്കെ ഞാൻ നിനക്ക് അയച്ചു തരാം. അപ്പോൾ ശരി, നീ നിൻ്റെ വലിയ ലക്ഷ്യത്തിൽ എത്താൻ പോകുക പ്രിയങ്കെ. അങ്ങനെ പറഞ്ഞ് ശരത്ത് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ആകെ സന്തോഷത്തിലാണ്. P&Q എൻ്റർടൈൻമെൻറ്റ്സ്, പ്രിയങ്ക ദി ക്യൂൻ, പ്രിയങ്ക റാണി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനെയും കുട്ടി വരുണും ഗൗതവും പത്മിനിയൊക്കെ വീട്ടിൽ തിരിച്ചെത്തുവാണ്. അങ്ങനെ വരുണും പത്മിനിയും കൂടി പരമേശ്വരൻ ഇങ്ങനെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരുവാണ്ടോ. അങ്ങനെ പരമേശ്വരൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇങ്ങനെ പിടിക്കുകയൊന്നും വേണ്ട, എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെ കണ്ടാൽ തന്നെ വീട്ടിലുള്ള എല്ലാവരും പേടിക്കില്ലേ? ഇത് നമ്മുടെ വീടല്ലേ, ഞാൻ തന്നെ അങ്ങ് നടന്നോളാം. അങ്ങനെ പറഞ്ഞാൽ പരമേശ്വരൻ അകത്തേക്ക് കയറി വരുവാണ്. അകത്തെത്തുമ്പോഴേക്കും അമ്മേനെ വിളിക്കുവാണ്ടോ. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ പരമേശ്വരനെ കാണുന്നത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക. മോനെ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ നിനക്ക്? അന്നേരം പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് പറയണേ, അമ്മേ, പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രശ്നം മാറിയെന്നല്ലേ അർത്ഥം. പിന്നെ ഇങ്ങനൊരു ചോദ്യത്തിന് എന്നെ ആവശ്യമുണ്ടോ? എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അമ്മ എൻ്റെ ഈ അവസ്ഥയിൽ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാകുമല്ലേ, പക്ഷേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സമയം മുത്തശ്ശി നേരെ വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് വരുണിൻ്റെ മുമ്പിൽ ദേഷ്യത്തോടെ നിൽക്കുക. നിൻ്റെ ഒളിച്ചുകളിയെ കുറച്ച് കൂടുന്നുണ്ട്. നീ എങ്ങോട്ടാണ് മാറി നിന്നത്? എല്ലാവരെയും അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാനാണ് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ നീ നാഴികക്ക് 40 വട്ടം പറയും. പക്ഷേ അതൊക്കെ എന്നെ സുഖിപ്പിക്കാൻ വെറുതെ പറയുന്നതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നോട് നിനക്ക് ഒരിഷ്ടമില്ല. നീ കാണിക്കുന്നതെല്ലാം കള്ളത്തരോ. അന്നേരം വരുൺ പറയണേ, മുത്തശ്ശി അങ്ങനെയൊന്നും പറയല്ലേ. പിന്നല്ലാതെ ഞാൻ പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്? നിന്നെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ ഞാൻ എത്രത്തോളം വിഷമിച്ചു എന്നറിയോ? ഇനി നീ ഇതുപോലെ എന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചാൽ പിന്നെ നീ തിരിച്ചു വരുമ്പോൾ ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കും. അത് ഓർമ്മ വെച്ചോണം. അന്നേരം മുത്തശ്ശീനെ കെട്ടിപ്പിടിച്ചിട്ട് വരുൺ പറയണേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി, എന്നോട് ക്ഷമിക്കുന്നേ. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ആരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു സംഗതി ഉണ്ടാവില്ല. എന്താ അതുപോലെ എൻ്റെ മുത്തശ്ശിക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുവാണ്. ഈ സമയത്ത് സൂര്യയും കൽപ്പനയൊക്കെ അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ സൂര്യ അച്ഛൻ്റെ അരികിലേക്ക് തന്നെ വേഗം എത്തുക. അച്ഛാ, ഇപ്പോൾ എല്ലാം ശരിയായില്ലേ? ഹോസ്പിറ്റലിൽ വന്ന് അച്ഛനെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ അവർ അകത്തേക്ക് കയറ്റുമെന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ വരാതിരുന്നത്. അന്നേരം പരമേശ്വരൻ പറയണേ, നിൻ്റെ കാര്യമൊക്കെ എനിക്കറിയില്ലേ സൂര്യ, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ അവിടെ ഇല്ലായിരുന്നെങ്കിലും ഇവിടെ ഇരുന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് എനിക്കറിയാമല്ലോ. ഈ സമയം മുത്തശ്ശി പറയണേ, നിൻ്റെ കാര്യം മാത്രമല്ല വരുണിനെ കുറിച്ചും ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ കാരണം ഇവൻ ആകെ വിഷമത്തിലായിരുന്നു. ഈ സമയം വരുൺ ഏട്ടൻ്റെ അരികിലേക്ക് ചെല്ലുക. അന്നേരം ഏട്ടൻ പരിഭവത്തോടെ വരുണിനോട് പറയണേ, സാധാരണ അനിയന്മാർ ഏട്ടന്മാരോട് കാണിക്കാറുള്ള പോലെ ഉള്ള പെരുമാറ്റമൊക്കെ നീ എന്നോട് കാണിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ നിന്നിൽ നിന്ന് അധികമൊന്നും പ്രതീക്ഷിക്കില്ലായിരുന്നല്ലോ. നീ പോലും എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് പോലും ഈ ഏട്ടന് വേണ്ടാതായല്ലോ. ഒരു വില നീ എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. അന്നേരം വരുൺ പറയണേ, സോറി ഏട്ടാ, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏട്ടൻ വിഷമിക്കല്ലേ. ഏട്ടൻ എന്നോട് പിണങ്ങിയാൽ എനിക്ക് അത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ് സൂര്യനെ ചേർത്ത് പിടിക്കുന്നുണ്ടോ വരുൺ. അങ്ങനെ അവർ തമ്മിലെ പ്രശ്നമൊക്കെ മാറിക്കഴിഞ്ഞത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുകയാണ്. ഈ സമയം പരമേശ്വരൻ പറയണേ, ഇനിയിപ്പോൾ പ്രിയങ്ക മോളെ കൂടി നീ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അത് പറയുമ്പോഴേക്കും വരുണിൻ്റെ മുഖമൊക്കെ മാറുവാണ് കേട്ടോ. ഈ സമയം കൽപ്പന പറയണേ, പ്രിയങ്ക ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനോ?
ആ പെരുങ്കള്ളിയെ എന്തിനി വീണ്ടും ഇങ്ങോട്ടേക്ക് ആനയി ചെയ്യുന്നുള്ളിക്കുന്നത്? അവൾ ചെയ്ത കാര്യമൊക്കെ നിങ്ങളെല്ലാവരും മറന്നോ? കുടുംബത്തിനെ അപമാനത്തിലാക്കിയിട്ടാണ് അവൾ ഇവിടുന്ന് പോയത്. എന്നിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അന്നേരം സൂര്യ പറയണേ, ഇതിൽ നിന്റെ സമ്മതം ആരും ചോദിച്ചിട്ടില്ല. വരണേ, നീ അച്ഛൻ പറയുന്നതുപോലെ വേഗം ചെയ്താൽ മതി. അന്നേരം വരൺ പറയണേ, എനിക്കൊന്ന് ആലോചിക്കണം. ഈ സമയം മുത്തശ്ശി പറയണേ, ശരി, നീ നന്നായിട്ടിരുന്ന് ആലോചിച്ചോ, 3-4 ദിവസം എടുത്ത് ആലോചിച്ചോ. പക്ഷേ പ്രിയങ്കയും കൂട്ടി നീ ഈ വീടിൻ്റെ പടി കിടക്കുന്നത് വരെ ഞാൻ ജലപാനം പോലും കഴിക്കില്ല, അതുറപ്പാ. അത് കേൾക്കുമ്പോൾ വരൺ പറയണേ, മുത്തശ്ശി, അച്ഛാ, ഞാൻ ഇന്ന് എൻ്റെ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പോൾ തന്നെ ഞാൻ പ്രിയങ്കൻ്റെ വീട്ടിലേക്ക് പോകുക. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുവാണ് കേട്ടോ. എന്നാൽ കൽപ്പനക്ക് അത് തീരെ ഇഷ്ടമാവുന്നില്ല. പിന്നീട് കാണിക്കുന്നത് രാധിക മുത്തശ്ശിയുടെ കാലൊക്കെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക അരികിലുണ്ടാകും. അന്നേരം പ്രിയങ്കയോട് മുത്തശ്ശി പറയണേ, മോളെ, കല്യാണം കഴിഞ്ഞാൽ ഇതുപോലുള്ള പൊട്ടിലും ചീറ്റിലും ഒക്കെ ഉണ്ടാവും. അതിനൊന്നും മോള് വിഷമിക്കേണ്ട, നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മതി. ഈ സമയം യശോദയും ദേവനാരായണനൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. അന്നേരം യശോദ പറയണേ, കുറേ നേരമുള്ള രാധികയെ കൊണ്ട് കാല് മസാജ് ചെയ്യിക്കുന്നത്. അന്നേരം മുത്തശ്ശി പറയണേ, അതെ, ഇവളെൻ്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, വല്ലാത്ത കാലുവേദന, അതുകൊണ്ടാണ് ഇവളോട് മസാജ് ചെയ്യാൻ പറഞ്ഞത്. ഈ സമയം ദേവൻ പറയണേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകാമേ? ഓ വേണ്ട, നേരത്തെ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ കുറേ മരുന്നിരിപ്പുണ്ട്, എനിക്ക് വയ്യ ഇനി മരുന്ന് കഴിക്കാൻ. അന്നേരം ദേവൻ പറയണേ, എന്നാൽ ശരി, ഞാനിന്ന് കടമക്കളത്ത് പോയിട്ട് വരാം. അവിടെ വരടിൻ്റെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഒന്ന് കാണുകയും ചെയ്യാം. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല, നീ ഇപ്പം അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അതേക്കുമ്പോൾ ദേവൻ പറയണേ, അമ്മക്ക് കൊച്ചുമോളെ ഇങ്ങനെ അടുത്തിരുത്തി കൊഞ്ചിച്ചാൽ മതിയല്ലോ, എന്നാൽ എനിക്കങ്ങനെ ഈ പ്രശ്നം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ദേവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കട്ടെ വരണിൻ്റെ കാറ് വരുന്നത്. അങ്ങനെ വരണിനെ കാണുന്നതും ദേവൻ പറയണേ, യശോദേ, ദേ വരൺ മോൻ വന്നിരിക്കുന്നു. അത് കേൾക്കുന്നതും യശോദ പുറത്തേക്ക് പോകുവാണ്. ഈ സമയം മുത്തശ്ശി രാധികയോട് പറയണേ, അതെ, വരൺ തിരിച്ചു പോകുന്നത് വരെ നീ പരിസരത്ത് പോലും വന്നു പോകരുത്, അവൻ നിന്നെ കാണാൻ പാടില്ല, ചെല്ല്, അകത്തേക്ക് പോകാൻ. ഈ സമയം രാധിക പുറത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശി പറയണേ, നീ എന്ത് കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുക? എൻ്റെ പ്രിയങ്കമ്മോടെ ജീവിതം നശിപ്പിക്കാനാണോ നിൻ്റെ ഉദ്ദേശം? നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്? അങ്ങനെ രാധിക അകത്തേക്ക് പോകുവാണ്. ഈ സമയം വരണ്ണയും കൂട്ടി ദേവനും യശോദയും അകത്തേക്ക് വരുവാണ് കേട്ടോ. അന്നേരം ദേവൻ ചോദിക്കണേ, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ ഓക്കെയാണോ? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാനിരിക്കുമായിരുന്നു. അവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ പ്രിയങ്കയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാലും ഇവളോരോന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ മോനും കൂടി പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് വേണമല്ലോ ഉറച്ചൊരു തീരുമാനത്തിലെത്താൻ. സത്യത്തിൽ എന്താ സംഭവിച്ചത് മോനെ? അന്നേരം വരൻ പറയണേ, അത് ഞാൻ പറയാം, അതിനു മുമ്പ് എനിക്ക് പ്രിയങ്കയോട് മാത്രമായിട്ട് കുറച്ചൊന്ന് സംസാരിക്കാനുണ്ട്. ഈ സമയം മുത്തശ്ശി പറയണേ, നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം. നിങ്ങളോട് രണ്ടാളോടായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അന്നേരം വരൻ പറയണേ, അത് സംസാരിക്കാം, ആദ്യം ഞാനും പ്രിയങ്കയും കൂടി ഒന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക വരനെയും കൊണ്ട് പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഇതേ സമയം രാധിക നേരെ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് പോകുവാണ്. അങ്ങനെ അവിടുത്തെ പൂജാരിയോട് ഒരു പ്രത്യേക പൂജ കഴിക്കണം എന്ന് പറയുക. അന്നേരം അവിടുത്തെ പൂജാരി ചോദിക്കണേ, ഇതാര്, ദേവനാരായണ തിരുമേനിയുടെ മകളോ? അല്ലേ, കുട്ടി എന്താ ഇവിടെ വന്നത്? അത് അച്ഛന് തീരെ സുഖമില്ല, അതാണ് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ തന്നെയാണ് ഇവിടെ ഒന്ന് പൂജ ചെയ്യാൻ പറഞ്ഞത്. തിരുമേനി അങ്ങനെ പറഞ്ഞെങ്കിൽ ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. എന്ത് പൂജ ചെയ്യേണ്ടത്? അത് എൻ്റെ അനുജത്തിക്ക് വേണ്ടിയിട്ടാണ്. അവളുടെ ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾ, അപ്പോൾ അവളുടെയും ഭർത്താവിൻ്റെയും ദാമ്പത്യം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പൂജ ചെയ്യേണ്ടത്. അതിനെന്താ, ഇപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് തിരുമേനി അകത്തേക്ക് പോകുവാണ്. ഈ സമയം രാധിക അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഇതേ സമയത്ത് വരുണും പ്രിയങ്കയും തമ്മിൽ സംസാരിക്കുവാണ്. വരുൺ പ്രിയങ്കയോട് പറയണേ, തനിക്കാരുടെ മുമ്പിൽ ചെന്ന് പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വിടുമായിരുന്നു. അന്നേരം പ്രിയങ്ക പറയണേ, എനിക്കങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടുകാരുടെയും വരുണിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ആകെ നാണം കെട്ട് നിൽക്കുക. ഈ സമയം വരുൺ പറയണേ, അച്ഛൻ സുഖമായി വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അച്ഛൻ്റെ അസുഖം മാറിയിട്ടില്ല. അച്ഛൻ തന്നെ വീട്ടിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് അച്ഛൻ്റെ ആവശ്യം നിറവേറ്റിയേ പറ്റൂ. അതുകൊണ്ട് താൻ എൻ്റെ കൂടെ തിരികെ വീട്ടിൽ വരണം. അന്നേരം പ്രിയങ്ക പൊട്ടിത്തെറിക്കണേ, ഇതെന്താ, വരുൺ പറയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും തിരികെ വരണം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാനും ഞാനെന്താ വരുൺ വാങ്ങിച്ചിരിക്കുന്ന വരെ പട്ടിയോ മറ്റോ ആണോ? എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് എൻ്റേതായ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. അന്നേരം വരുൺ വീണ്ടും റിക്വസ്റ്റ് ചെയ്യണേ, എടോ, ഇതെൻ്റെ റിക്വസ്റ്റായിട്ട് കാണണം. അച്ഛൻ്റെ അസുഖം ഒന്ന് മാറുന്നത് വരെ മാത്രം താൻ അവിടെ വന്ന് നിന്നാൽ മതി. അതിനുശേഷം ഞാൻ തന്നെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാം. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു മാറ്റവും ഇല്ല. തനിക്ക് മറ്റെന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം. അന്നേരം പ്രിയങ്ക പറയണേ, ശരി, ഞാൻ വരുണിൻ്റെ കൂടെ വരാം, പക്ഷേ 2 ഡിമാൻഡുണ്ട്. എന്തൊക്കെയത്? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ചില പ്രൊജക്റ്റിനെയൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും പ്രൊജക്റ്റ് സെറ്റ് ആവുകയാണെങ്കിൽ എനിക്കതിൻ്റെ ഷൂട്ടിങ്ങിന് പോകേണ്ടി വരും. തൽക്കാലം ആദ്യമൊക്കെ ഞാൻ രഹസ്യമായിട്ട് പൊക്കോളാം,
പക്ഷേ ആ പ്രൊജക്റ്റ് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കണം. അന്നേരം വരണത് സമ്മതിക്കുക. അല്ല, രണ്ടാമത്തെ ഡിമാൻഡ് എന്താ? അത് എൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് വരും സാമ്പത്തികമായിട്ട് ചില സഹായങ്ങളൊക്കെ ചെയ്യണം. അത് ഞാൻ നേരത്തെ തന്നെ ഓക്കെ പറഞ്ഞതാണല്ലോ എന്ന് വരുൺ പറയുക. അന്നേരം പ്രിയങ്ക പറയണേ, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി മാറിയല്ലോ, അതുകൊണ്ട് ചില വലിയ സഹായങ്ങൾ തന്നെ വരും ചെയ്യേണ്ടി വരും. എന്താ അതിനോക്കെയാണോ? ഓക്കെയാ. അതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ്ട് പ്രിയങ്ക. ഈ സമയം രാധിക പറഞ്ഞതനുസരിച്ച് പൂജാരി പൂജയൊക്കെ ചെയ്യുവാണ്. എന്നിട്ട് പ്രസാദവും ഒരു ചരടും രാധികയുടെ കൈ കൊടുക്കുക. ഇതാ, ഇതിലൊരു കറുത്ത ചരടുണ്ട്. ഈ ചരട് അനുജത്തിയോട് ഭർത്താവിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ പറയണം. ഈ ചരട് ഭർത്താവിൻ്റെ കയ്യിൽ ഭാര്യ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയോട് ഇഷ്ടം ഇരട്ടിക്കും. അവർക്കിടയിൽ നല്ലൊരു ദാമ്പത്യം ഉണ്ടാകും. അങ്ങനെ അതൊക്കെ കേട്ട സന്തോഷത്തോടെ ആ ചരടും പിടിച്ച് നിൽക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.